ജോസഫ് ജോൺ സാർ, നമസ്കാരം. താങ്ക് യു. സുപ്രഭാതം. ഒത്തിരി നന്ദിയോടെ ഇന്നത്തെ ദിനം ആരംഭിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് മനസ്സിൽ ഒന്ന് ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് നല്ലൊരു ബ്രീത്തിങ് എടുക്കാം. ബ്രീത്ത് ഔട്ട്. കൂൾ. 2024 ജൂലൈ മാസം 11 നമ്മളുടെ വി ബെസ്റ്റ് ഡേ 1030 ദിനം. വിഷൻ ബോർഡ് വർക്ക്ഷോപ്പ് ഓൺലൈൻ 16ാമത്തെ ബാച്ചിന്റെ 11 ദിനം. എല്ലാവരും ക്ഷണിക്കണം. ഇന്ന് നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ വ്യത്യസ്തമായ ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചിന്തിച്ചുറപ്പിക്കുകയും കൃത്യമായ ഗോൾ സെറ്റ് ചെയ്യുകയും ചെയ്യും. അതിനു മുമ്പ് വിഷൻ ബോർഡിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും. ആ ചർച്ചകളിലേക്കും ഇന്നത്തെ പ്രഭാതത്തിലേക്കും എല്ലാവരെയും ക്ഷണിക്കണം. ഔട്ട് ടു യു, സജീഷ് നെന്മാർ സാർ. താങ്ക് യു സാർ, താങ്ക് യു. അതുപോലെ ഞാൻ ബൈജു സാർ, ഐസക് സാർ, ജോയ് സാർ, ജോസ് കുര്യൻ സാർ, നായർ സാർ, മറ്റെല്ലാ ഹൃദയബന്ധുക്കൾക്കും സുപ്രഭാതം. പുലർകാല വന്ദനം ലിസിൽ ടീച്ചറുടെ ഭാഷയിൽ. ശ്രീബുദ്ധനോട് ഒരു ദിവസം ഒരു ശിഷ്യൻ ചോദിക്കുകയാണ്, ഒരു അങ്ങ് പറയുന്നുണ്ട് എല്ലാവർക്കും ബുദ്ധനാകാമെന്ന്, എന്നിട്ട് എന്ത് ആരും ആകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, തൊട്ടടുത്ത ഗ്രാമത്തിൽ പോയി അവിടെയുള്ള എല്ലാവരെയും കണ്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് എഴുതി വാങ്ങിച്ചിട്ട് വരും എന്ന് പറഞ്ഞു. അതുപ്രകാരം ശിഷ്യൻ പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഗുരു ചോദിച്ചു, എല്ലാവരുടെയും കിട്ടിയ ഗുരു, എത്ര പേരാണ് ബുദ്ധനാകണമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ആരുമില്ല. അപ്പൊ ബുദ്ധൻ പറഞ്ഞു, ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ആരും എത്താത്തത് എന്നുള്ളത്. കാരണം ആദ്യം വേണ്ടത് ആഗ്രഹമാണ്. അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹമാണ്. നമ്മുടെ ലക്ഷ്യം നേടണമെങ്കിൽ തീവ്രമായ ആഗ്രഹം നമുക്കുണ്ടാവണം. അതിന്റെ ഫലമായിരിക്കും നമുക്ക് കിട്ടുക. ആഗ്രഹമേ ഇല്ലാത്തവിടെ പിന്നെ എങ്ങനെയാണ് ലക്ഷ്യം നേടാൻ സാധിക്കുക? മനസ്സാദ്യം എത്തുന്നിടത്തെ നമുക്ക് എത്താൻ സാധിക്കും. മനോമയ കോശവും ഒക്കെ സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞാണ്, അസുഖം വരുന്നത് ആദ്യം മനസ്സിലാണ് എന്ന് പറഞ്ഞ പോലെ മനസ്സെത്തുന്നിടത്തെ മനുഷ്യൻ എത്തിച്ചേരും. അദ്ദേഹം കൂട്ടിച്ചേർത്ത് ഇതാണ്, സാധ്യതയല്ല സന്നദ്ധതയാണ് വേണ്ടത്. കാരണം നമുക്ക് സാധ്യതകളെ കുറിച്ച് അതിലെ അങ്ങനെ നടക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, നടത്താനുള്ള സന്നദ്ധതയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ ചില ശീലങ്ങൾ മാറ്റണം, കർമ്മപരിപാടികൾ മാറ്റണം, ഇറങ്ങി പുറപ്പെടണം. അതുപോലെ തന്നെ ചില ചുറ്റുപാടുകളിലെ ചില മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് എങ്ങനെ ആയിരിക്കണമോ, അതാണ് വിഷൻ ബോർഡ്. എങ്ങനെയാണ് ആയിരിക്കേണ്ടത് എന്നുള്ളത്, അതിലേക്കുള്ള യാത്രയായിരിക്കും നമ്മുടെ ജീവിതം. തീർച്ചയായും ഇപ്പൊ ഇരിക്കുന്ന അതേ അവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ എരിഞ്ഞടങ്ങും. അല്ല, നമുക്ക് മാറ്റം വേണോ, മാനസാന്തരം സംഭവിക്കണം. അതിനുവേണ്ടിയുള്ള തുടക്കമാണ് ഇന്നലെ ഗോൾസില് സാർ ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു 16 ബാച്ചിലെ ഏറ്റവും അധികം ഗോൾസ് സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ബാച്ചായിട്ടാണ് എനിക്കിതിനെ ഫീൽ ചെയ്തത്. അതിന്റെ എല്ലാ വശങ്ങളും വിശകലനം ചെയ്തുകൊണ്ട്. അതുകൊണ്ട് ഇതിൽ വന്നിരിക്കുന്നവരെല്ലാം തീർത്തും ഭാഗ്യവാന്മാരാണ്. കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഇന്നത്തെ പ്രാർത്ഥന രേഖാമാമാണ്. രേഖാമാം ഓക്കെ അല്ലേ? സോറി മാം, സോറി. ഓക്കെ ഡൺ. ഓക്കെ യെസ് അൺമ്യൂട്ട് ചെയ്യാം മാം. ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യാം ലേഖ മാം. ഓക്കെ ഡൺ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവ മഹേശ്വര
ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. താങ്ക് യു. താങ്ക് യു ലേഖ മാം. മനോഹരമായ 2 വരി ആണ് ചെല്ലാമെന്ന് ഏറ്റത് എന്നോട് ഇന്നലെ. ഞാൻ പറഞ്ഞു മതി, ധാരാളമാണ് എന്നുള്ളത്. എന്തായാലും മനോഹരമായ പ്രാർത്ഥന. സ്വാഗതം നമ്മുടെ ബീന ടീച്ചറുടെ പ്രിയ ശിഷ്യൻ ഗൗസ്. ഒരു സ്വാഗതം. ഗൗസേ, പോയി. യാ, എല്ലാരെയും സ്വാഗതം ചെയ്യും. താങ്ക് യു. ഹായ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇന്ന് സ്വാഗതം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യമായി ജീവിതത്തിന്റെ വിജയതീരത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കപ്പലിന്റെ പ്രിയങ്കരനായ കപ്പിത്താൻ ബൈജു സാറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കഥകളിലൂടെ കാര്യം പറയുന്ന സജീവ് സാർ, അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഇവിടെയുള്ള ആരും അത്ര മോശക്കാരല്ല എന്ന് എനിക്കറിയാം, പക്ഷെ എല്ലാരും പേരെടുത്ത് പറയണമെന്നുണ്ട്. നിർബന്ധിക്കരുത്, അറിയൂല. ഓക്കെ. എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഗൗസ്. എല്ലാവരുടെയും പേരൊക്കെ അറിയുന്ന ഒരു ദിവസം വരും. നമ്മളിപ്പോ 10 ദിവസം വരെ ആയുള്ളൂ, പഠിച്ചു വരുന്നേ ഉള്ളൂ പതുക്കെ. അതെ അതെ. എല്ലാവരും റെഡിയായി ഇരുന്നോള. പ്രാർത്ഥന, സ്വാഗതം ഒക്കെ പറ്റില്ല എന്നത് നമ്മുടെ നിഘണ്ടുവിൽ, ദീപസിന്റെ നിഘണ്ടുവിൽ ഇല്ല എന്നതോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. ആർക്കാണെങ്കിലും എന്തും ഇവിടെ സാധിക്കും. കാരണം ഇത് നമ്മുടെ വീട്ടാണ്, കുടുംബമാണ്. കുടുംബത്തിൽ എന്തും നമുക്ക് പറയാം. അത് മാത്രം കരുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെക്ഷനിലേക്ക് പോവാം. ഓർത്ത് ബൈജു സാർ. താങ്ക് യു സജീഷ് നെന്മാറ സർ. താങ്ക് യു സോ മച്ച്. മനോഹരമായ പ്രാർത്ഥന മസ്കറ്റിൽ നിന്നാണ് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞത്. തികച്ചും ആ ഒരു മനോഹരമായ ദിനം. താങ്ക് യു. സ്വാഗതം, ഹൃദ്യമായ സ്വാഗതം. ചുരുങ്ങിയ വാക്കുകളിൽ തെളിമയോടെ കണ്ണുകളിലെ തെളിച്ചം നമ്മൾ ഗൗസിൻ്റെത് കണ്ടു. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. അതിൽ പ്രധാനിയാണ് ബീന റാണി ടീച്ചർ. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും സർ. ശരി, താങ്ക് യു. അപ്പോ ഇന്ന് സജി സാറ് പറഞ്ഞതുപോലെ നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം ഇനി നിങ്ങൾക്ക് സ്വന്തം. സ്വപ്നം കാണാതെ ആർക്കും ജീവിതം വിജയിക്കാൻ കഴിയില്ല. അപ്പൊ സ്വപ്നം കാണാനാണ് ആദ്യം നമ്മൾ തയ്യാറാകേണ്ടത്. എന്താണ് ക്ലാരിറ്റിയുള്ള സ്വപ്നം? അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കറിയാം. നമുക്ക് ഇന്നൊരു വീഡിയോ കാണാം. ഇടയ്ക്കിടയ്ക്ക് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ആണ്. വിഷൻ ബോർഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ. അതിനുശേഷം ഒരു കൊച്ചു കഥ ഇന്നലെ ഫോർവേഡ് ചെയ്യപ്പെട്ടതാണ്. അത് വിഷൻ ഗോൾ സെറ്റ് ചെയ്യുന്നതിന്റെ കാര്യത്തെക്കുറിച്ച് കുറച്ച് കണക്റ്റഡ് ആയതുകൊണ്ട് ഞാനത് പറയാം. ജോസ് കുര്യൻ സാർ എന്തെങ്കിലും ഓർമ്മിപ്പിക്കാനാണോ? ടൈമിംഗ് എനിക്ക് കൃത്യം തന്നതിന് പ്രത്യേകം നന്ദി സജീവ് സാർ. കൃത്യം 5:50 തന്നെ എനിക്ക് പ്ലാറ്റ്ഫോം കൈമാറി. താങ്ക് യു സോ മച്ച്. ജോസ് കുര്യൻ സാർ പറയും. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം സൂചിപ്പിക്കാനാണ്. പറയും സാർ. സാധാരണഗതിയിൽ നമ്മളുടെ മെഡിറ്റേഷൻ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഹാജർ വളരെ ശുഷ്കമായിരുന്നു. ഇപ്പൊ വളരെയധികം അത് മെച്ചപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഇച്ഛാശക്തി ഉള്ളവരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഇനിയും ഉള്ള ഒരു സ്വപ്നം, വിഷൻ നമ്മുടെ മെഡിറ്റേഷൻ തുടങ്ങുന്ന സമയത്ത് എല്ലാവരും ഹാജരായിരിക്കുക എന്നുള്ളിടത്തേക്ക് നമ്മൾ അനധിവിദൂര നാളുകളിൽ എത്തിച്ചേരുമെന്നുള്ള ആഗ്രഹമാണ് ഇപ്പോൾ സ്വപ്നമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. അങ്ങനെ തന്നെ ആവട്ടെ ഇന്ന് എല്ലാവരും. കാരണം ഇന്ന് 25 പേരോളം വിശ്വസിട്ടു. നാളെ മറന്നുപോയവരാണ് പകുതി പേര്. നാളെ പക്ഷേ ഇവർക്ക് ടൈം വരും. നാളെ തൊട്ട് നമ്മൾ കുറച്ചുകൂടി കറക്റ്റായിട്ട് നമ്മൾ നോക്കും. ഇന്ന് മെഡിറ്റേഷൻ തുടങ്ങുമ്പോൾ 32 പേരുണ്ടായിരുന്നു സർ. ഗ്രേറ്റ് സാർ. താങ്ക് യു സോ മച്ച്. ഇതൊക്കെ നോക്കാൻ ഒരാളുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ശരി, താങ്ക് യു. വിഷൻ ബോർഡും ജോൺ അസ്രഫും. ഹായ്, ഞാൻ ബൈജു പാം. ലോ ഓഫ് അട്രാക്ഷൻ എന്ന ജ്ഞാനത്തെ, ഈ മഹാരഹസ്യത്തെ പ്രയോജനപ്പെടുത്തി പണവും ആരോഗ്യവും സന്തോഷവും നേടിയ ആധുനിക കാല ഗുരുക്കന്മാരിൽ ഒരാളായ ജോൺ അസ്രഫിനെ പരിചയപ്പെടാം. ഒരു തെരുവു പയ്യനായിരുന്നു ജോൺ അസ്രഫ്. ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും അധികം വിറ്റഴിയുന്ന പുസ്തകങ്ങളുടെ രചയിതാവും പ്രഭാഷകനും ബിസിനസ് ഉപദേഷ്ടാവുമാണ് അദ്ദേഹം.
സാധാരണമല്ലാത്ത ശൈലിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ ധാരാളം സമ്പത്ത് ആർജിക്കുവാൻ പുതിയ സംരംഭകരെ സഹായിക്കുക എന്ന ദൗത്യത്തിൽ പ്രതിജ്ഞാബദ്ധനാണ് അദ്ദേഹം. കഴിഞ്ഞ 25 വർഷമായി അദ്ദേഹം മനുഷ്യ മസ്തിഷ്കം, ക്വാണ്ടം ഫിസിക്സ്, ബിസിനസ് തന്ത്രങ്ങൾ എന്നിവയിൽ ഗവേഷണത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഈ വിഷയങ്ങളെല്ലാം ജീവിതത്തിലും ബിസിനസ്സിലും വിജയം നേടുന്നതുമായി ബന്ധപ്പെട്ടവയാണ്. താൻ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ജോൺ അഷ്റഫ് ഒന്നുമില്ലായ്മയിൽ നിന്ന് 4 വമ്പൻ ബഹുദശലക്ഷം ഡോളർ കമ്പനികൾ പടുത്തുയർത്തി. ഇപ്പോൾ അദ്ദേഹം ബിസിനസ് വളർത്തുന്നതിലും പണം സമ്പാദിക്കുന്നതിലുമുള്ള തൻ്റെ അനന്യമായ ആശയങ്ങൾ ലോകത്തെമ്പാടുമുള്ള സംരംഭകർക്കും ചെറു ബിസിനസ് ഉടമകൾക്കും പറഞ്ഞു കൊടുക്കുന്നു. വിഷൻ ബോർഡിന്റെ ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ കേൾക്കാം. റോണ്ട ബേണിന്റെ ദ സീക്രട്ട് എന്ന ബുക്കിലും സിനിമയിലുമാണ് ഇതുള്ളത്. ആകർഷണ നിയമം മനസ്സിലാക്കിയ ശേഷം ഞാൻ അതിനെ ഉപയോഗിക്കാനും എന്തു സംഭവിക്കുന്നു എന്ന് കണ്ടറിയാനും തീരുമാനിച്ചു. 1995 ഞാൻ വിഷൻ ബോർഡ് അഥവാ മനോദൃശ്യ ഫലകം എന്ന് പറയാവുന്ന ഒന്നുണ്ടാക്കാൻ തുടങ്ങി. അതിന്മേൽ ഞാൻ സ്വന്തമാക്കാൻ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഒരു കാറ്, ഒരു വാച്ച്, അല്ലെങ്കിൽ എൻ്റെ സ്വപ്നത്തിലെ ആത്മമിത്രം ചിത്രം പതിച്ചു വെക്കാനും എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ അതിലേക്ക് നോക്കിക്കൊണ്ട് മനോദൃശ്യത്തിൽ ആ ദൃശ്യം സൃഷ്ടിക്കും. അത് എനിക്ക് സ്വന്തമായി കഴിഞ്ഞു എന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരും. ഞാൻ വീട് മാറാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഫർണിച്ചറുകളും വീട്ടുസാധനങ്ങളും പെട്ടികളും എല്ലാം ഒരുക്കി ഒരിടത്ത് സൂക്ഷിച്ചു. 5 വർഷത്തിനിടയിൽ ഞാൻ 3 തവണ സ്ഥലം മാറി. അവസാനം കാലിഫോർണിയയിലെ ഒരു വീട് വാങ്ങി 1 കൊല്ലം കൊണ്ട് ആ വീട്ടിൽ ആവശ്യമായ പരിഷ്കാരങ്ങളും മാറ്റങ്ങളും പൂർത്തിയാക്കി. അതിനുശേഷം 5 കൊല്ലം മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. ഒരു ദിവസം എൻ്റെ മകൻ കീനാൻ എൻ്റെ ഓഫീസിൽ വന്നു. 5 വർഷം മുമ്പ് പൂട്ടിവെച്ച പെട്ടികളിൽ ഒന്ന് അപ്പോഴും വാതിക്കൽ കിടപ്പുണ്ടായിരുന്നു. ആ പെട്ടികളിലൊക്കെ എന്താണച്ചാ എന്നവൻ ചോദിച്ചു. അതിൽ എൻ്റെ മനോദൃശ്യ ഫലകങ്ങൾ, വിഷൻ ബോർഡ് ആണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എന്താണെന്നായി അവൻ. ഞാൻ പറഞ്ഞു, അതിലാണ് ഞാൻ എൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ പതിച്ചു വയ്ക്കുന്നത്. അതെല്ലാം ഞാൻ വെട്ടിയെടുത്ത് അതിലൊട്ടിക്കും. എനിക്ക് ജീവിതത്തിൽ നേടേണ്ട കാര്യങ്ങൾ. 5.5 വയസ്സുകാരനായ അവൻ അത് മനസ്സിലാവില്ല. അതിനാൽ ഞാൻ പറഞ്ഞു, വരൂ, ഞാൻ കാണിച്ചു തരാം. അതാണ് ഏറ്റവും എളുപ്പ വഴി. ഞാൻ പെട്ടി തുറന്ന് ഒരു ബോർഡിൽ ഞാൻ 5 വർഷം മുമ്പ് മനസ്സിൽ കണ്ട വീടിന്റെ ചിത്രമുണ്ടായിരുന്നു. ചിത്രം കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ ചിത്രം തന്നെയായിരുന്നു. അതുപോലെയുള്ള ഒരു വീട് അല്ല, ഞാൻ സ്വപ്നം കണ്ടിരുന്ന അതേ വീട് തന്നെയാണ് ഞാനിപ്പോൾ വാങ്ങി നവീകരിച്ച് താമസിക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വീണ്ടും ആ ചിത്രത്തിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കരഞ്ഞുപോയി. എന്തിനാ കരയുന്നേ? മകൻ ചോദിച്ചു. ആകർഷണ നിയമം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അവസാനം എനിക്ക് മനസ്സിലായി. മനോദൃശ്യത്തിന്റെ ശക്തി എന്താണെന്ന് അവസാനം എനിക്ക് മനസ്സിലായി. ഞാൻ വായിച്ചത്, ഞാൻ പ്രവർത്തിച്ചതെല്ലാം, ഞാൻ സ്ഥാപനങ്ങൾ നിർമ്മിച്ചതെങ്ങനെ എന്നെല്ലാം അവസാനം എനിക്ക് മനസ്സിലായി. ഭാവന, അതാണെല്ലാം. വരാൻ പോകുന്ന വിശേഷണങ്ങളുടെ ദീർഘദർശനം ആണത്. ആൽബർട്ട് ഐൻസ്റ്റീൻ. താങ്ക് യു. അപ്പൊ വിഷൻ ബോർഡ്, സൂപ്പർ. അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണേണ്ട ഒരു വീഡിയോ. ഇത് നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഡേ എല്ലാവർക്കും അനുഗ്രഹം നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നു. കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നമ്മൾ ഇന്നത്തെ ദിനത്തെ കാണണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇപ്പോഴും പലരും എഴുതാൻ തുടങ്ങിയപ്പോഴേ എന്നോട് ചോദിക്കായിരുന്നു, അത് എങ്ങനെയാ നടക്കുക? ഞാനിത് പണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുറെ, പക്ഷേ ഒന്നും അങ്ങോട്ട് വർക്കായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇനി എഴുതണം. ചോദിച്ചില്ലെങ്കിലും ചിലരുടെ മനസ്സിലുള്ള കാര്യമാണ്. ഗോൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാനൊന്ന് ഷെയർ ചെയ്യാം. സംഭവിക്കുന്നത് ഇതാണ്: നമ്മൾ ആദ്യം ലക്ഷ്യങ്ങൾ എഴുതിയുണ്ടാക്കുന്നു. അത് വീൽ ഓഫ് ലൈഫിലെ 8 ഭാഗങ്ങളെയും അതിനെ നമ്മുടെ വിജയത്തെ സമ്പൂർണമാക്കുന്നതിന് വേണ്ടി, സമതുലിതമാക്കുന്നതിന് വേണ്ടിയിട്ട് 8 കാര്യങ്ങളിൽ ഗോൾസ് ഉണ്ടാക്കും. അപ്പോഴാണ് ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാവുന്നത്. നമുക്കറിയാം, നമ്മുടെ മനസ്സ് 2 മനസ്സാണുള്ളത്: ബോധ മനസ്സ്, ഉപബോധ മനസ്സ്. ആ ബോധത്തിലാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നതെങ്കിലും
ഉപബോധ മനസ്സാണ് അത് നമുക്ക് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ അത് കൊണ്ടുതരുന്നത്. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഡൗട്ട് വരാൻ കാരണം. അതായത് ഉപബോധ മനസ്സ് അത് സ്വീകരിക്കുന്നില്ല എന്നർത്ഥം. അതിന് കാരണം ഓൾറെഡി അവിടെ കുറെ ചിന്തകളും കുറെ മുൻ എക്സ്പീരിയൻസും ഒക്കെ കൊണ്ടിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അതിനിടയിലേക്ക് പുതിയൊരു ആശയം കൊണ്ടുവന്ന്, ഓ ഇത് ഞാൻ പിന്നെ കണ്ടതല്ലേ എന്നുള്ള മൈൻഡ് ആയിരിക്കും ആർക്കുണ്ടാവുക? ഉപബോധ മനസ്സിലുണ്ടാവുക. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അലാം സെറ്റ് ചെയ്തു. 2 അലാമാണ് സെറ്റ് ചെയ്തിരുന്നത് പണ്ട്. അതിലാദ്യത്തെ അലാം അടിച്ചാൽ ഇവൻ എഴുന്നേക്കില്ല എന്ന് എനിക്കറിയാം എന്നുള്ളതാണ് ഉപബോധ മനസ്സിന്റെ മൈൻഡ് മനസ്സിലാക്കുന്നത്. അതുപോലെ പല കാര്യങ്ങളും, ഇതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ കാര്യങ്ങളെ മാറ്റാതെ ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ 10 ടൂൾസ് ഓഫ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. 10 ടൂൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 10 ടൂൾസ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് വിഷൻ ബോർഡ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിലുള്ള ഗോൾസ് എല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഈ 16th ബാച്ചിന്റെ അല്ലെങ്കിൽ വി ബെസ്റ്റ് ചെയ്യുന്ന വിഷൻ ബോർഡ് വർക്ക്ഷോപ്പില് വേർഷൻ 3.0യുടെ അഡ്വാൻറ്റേജ്. ഇതിൽ ഫോക്കസ്ഡ് ആയിരിക്കും. ഇത് ഞാൻ എന്തായാലും എല്ലാവരെ കൊണ്ട് എങ്ങനെയെങ്കിലും റീപ്രോഗ്രാം ചെയ്യിപ്പിച്ചിരിക്കും, ഐ എം ഷുർ. ഒന്നാമത്തെ സ്റ്റെപ്സ്, റിമൂവ് ഇംപ്യൂരിറ്റീസ്. നമ്മളുടെ ഉള്ളിലുള്ള ആ അടിഞ്ഞു കൂടിയ അഴുക്കുകളെ പുറത്ത് കളയുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. അതിന് നമ്മൾ കുറെ ടൂൾസ് ഉപയോഗിക്കും. ഫസ്റ്റ് വൺ, forgiveness, then attitude, gratitude, unconditional love, a belief system, habitual changes. ഇതൊക്കെ ഓൾറെഡി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇതൊക്കെ നടക്കുന്നുണ്ട്. അൺകണ്ടീഷണൽ ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇത്രയുമാണ് നമ്മൾ അതിനു വേണ്ടി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ്. രണ്ടാമത്തത് വ്യക്തമായ ഗോൾ. സജി സർ സൂചിപ്പിച്ചതുപോലെ ശ്രീ ബുദ്ധ ആകണമെങ്കിൽ അവർക്ക് ആഗ്രഹം വേണ്ടേ? അപ്പൊ ഗോൾസ് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി. ഒരു കോംപ്രമൈസും വേണ്ട. ഈ വിഷൻ ബോർഡ് ഓരോ ആളുകളും എന്ത് ചെയ്യണം? ഇപ്പൊ എല്ലാവരും വിഷൻ ബോർഡ് ഉണ്ടാക്കും, 60 എണ്ണവും ഉണ്ടാക്കും. കാരണം 6 മാസം കൂടുമ്പോൾ പുതിയ വിഷൻ ബോർഡ് ഉണ്ടാക്കണമെന്നാണ്, അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോഴെങ്കിലും ഉണ്ടാക്കും. ഇത് പക്ഷെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ വിഷൻ ബോർഡായിട്ട് മാറും. അതായത് വേർഷൻ 3.0 ആദ്യ ബാച്ച്. അപ്പൊ വിഷൻ ബോർഡാണ് ഈ ടൂളിനെ, നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ടൂൾ. അതായത് ഓൾറെഡി ഇപ്പൊ പറഞ്ഞില്ലേ, എന്റെ വീട്ടിൽ ഇതെടുത്ത് വെച്ചപ്പോ രേഷ്മാജി പറഞ്ഞു, വിഷൻ ബോർഡ് അവിടെ ഒട്ടിച്ചു വെച്ചപ്പോ ഒരു റീപ്രോഗ്രാമിംഗ് നടന്നു. ആർക്ക്? ഒട്ടിച്ചു വെച്ച ആൾക്ക് മാത്രമല്ല, ആ കുടുംബത്തിൽ തന്നെ ഒരു വ്യത്യാസം വന്നു. അതാണ് റീപ്രോഗ്രാമിംഗ്. ദെൻ റോൾ മോഡൽ. റോൾ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കും 2 കാര്യങ്ങൾ. ഒന്ന് മെന്റർ ആൻഡ് റോൾ മോഡൽ. ബൈജുപ്പം ഒരു മെന്ററാണ്. പക്ഷെ ഞാനൊരു ആർക്കെങ്കിലും ഒക്കെ അല്ലെങ്കിൽ ഐസക് സാർ ഒരു മെന്ററാണ്. റോൾ മോഡൽ ഐസക് സാർ എങ്ങനെയാവാന്ന് വെച്ചാൽ, ഐസക് സാറിന്റെ പ്രൊഫഷനിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ട്രെയിനർ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐസക് സാർ നിങ്ങളുടെ ഒരു റോൾ മോഡൽ കൂടിയാണ്. അതുപോലെ ഓരോരുത്തരും യോഗ ആചാര്യൻ അല്ലെങ്കിൽ എല്ലാവരെയും നമ്മൾ എടുത്തു ഒരു റോൾ മോഡലായിട്ട് നമ്മൾ കാണുന്നു. ഇപ്പോ പരീത് കുഞ്ഞ് സർ, അദ്ദേഹത്തിന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത്, എല്ലാ തരത്തിലും റോൾ മോഡൽ എന്ന് പറയുന്നത് യൂസഫ് അലിയാണ്, പലപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെയാണ് റോൾ മോഡലായിട്ട് ആൾ വെച്ചിരിക്കുന്നത്. കറക്റ്റ്. അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ ആളുകളെയും റോൾ മോഡലായിട്ട് ഒരാളെങ്കിലും വേണം. അപ്പൊ ചോദിക്കും, അയാൾ തുടങ്ങിയ കാലത്ത് വളരെ ബഹളമായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു, ഒരാളെ ഞാൻ എങ്ങനെ റോൾ മോഡൽ? അയാളുടെ നന്മയെ മാത്രം എടുക്കാം. പലരും എന്നോട് ചോദിക്കും, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അന്വേഷിച്ചു പോയാൽ അത്ര സുഖമൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ എടുക്കരുത്. പക്ഷെ അയാളുടെ ഇപ്പോഴത്തെ ഗ്രോത്ത് എന്താ, പരാജയങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ വിജയത്തിലേക്ക് പോകുന്ന കഥകൾ നമ്മൾ എടുക്കുമ്പോൾ ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ, 4th വരുന്നത് മെഡിറ്റേഷനാണ്. പ്ലീസ്, 1 മിനിറ്റ് ശാന്തമായിട്ട് ഇരിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞാൽ അത് മെഡിറ്റേഷനായി. ദെൻ അഫർമേഷൻ. എവറി ഡേ, എല്ലാവരും മനസ്സിൽ പറഞ്ഞ്, എവറി ഡേ ഇൻ എവറി വേ ഐ എം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഹലോ,
ഹലോ, എല്ലാരും ഉണ്ട് അവിടെ? Every day, in every way, I am getting Every better. day, in every way, I am getting better and better. സാഹചര്യങ്ങൾ, Every അവസരങ്ങൾ, day I am getting ധനം, better. ആരോഗ്യം, അറിവ് എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, ആരോഗ്യം, അറിവ്, സമ്പത്ത് എന്നിവ എന്നിലേക്ക് ഒഴുകി വന്നുകൊണ്ടേയിരിക്കുന്നു. വാവ്, സൂപ്പർ. ഓട്ടോ സജഷൻസ്, ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന നിർദ്ദേശങ്ങളെ ഓട്ടോ സജഷൻസ് എന്ന്. പ്രാർത്ഥന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഏത് ഇതിലാണോ നമ്മളുള്ളത് അവിടെ ചെയ്യണം. പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളുമായിട്ട് ചിലപ്പോഴൊക്കെ എനിക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാറുണ്ട്. അവർ ചില സ്ഥലങ്ങളിൽ എനിക്ക് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ടാകാറുണ്ട്. നെഗറ്റീവ്സ്, ഇങ്ങനെ കുറച്ച് പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ പക്ഷെ ഞാൻ പള്ളിയിൽ പോകും. എന്തിനാണെന്നറിയാം? അതെൻ്റെ ബാല്യകാലം തൊട്ട് അല്ലെങ്കിൽ അമ്മയുടെ ഗർഭത്തിലായിരുന്നപ്പോൾ തൊട്ട് ആ പ്രെയറും കാര്യങ്ങളും ഒക്കെ എന്നെ മറ്റൊരു ആത്മീയ തലത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സാക്ഷാത്കരിക്കാൻ എൻ്റെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ടൂളാണ് പ്രെയർ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് ഈസ് ഡിസോസിയേഷൻ. ചില സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം. വിഷൻ ബോർഡ് കണ്ടാൽ ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ബെഡ്റൂമിൻ്റെ അകത്ത് കയറ്റരുത്. പ്രധാനമായിട്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ വീടിൻ്റെ അകത്ത് പോലും കയറ്റരുത്. അതായത് വിഷൻ ബോർഡ് ഇതിലൊക്കെ എന്താ വെച്ചിരിക്കുന്നത്, അതോ ഓസ്കാർ അവാർഡ് അത് ഇത് എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരാണെങ്കിൽ ആദ്യം ബെഡ്റൂമിൽ കയറ്റരുത്. കാരണം ബെഡ്റൂമിലാണ് നമ്മൾ ഈ വിഷൻ ബോർഡ് വെക്കാൻ പോണേ. അവിടെ വന്നിട്ട് ഇത് പറയുകയാണെങ്കിൽ ഒരിക്കലും അവരെ ബെഡ്റൂമിൽ കയറ്റരുത്. ഇനി കുറച്ച് പതുക്കെ പതുക്കെ എന്ത് ചെയ്യണം, ഹാളിലേക്കോ നമ്മൾ മാറ്റിയാലും വിഷൻ ബോർഡ് എവിടെ ഇരുന്നാലും അവർ വീടിനകത്ത് പോലും കയറ്റരുത്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ, നമ്മുടെ വിജയത്തിനെ കളിയാക്കുന്ന, സഹായിക്കാൻ പറ്റാത്ത വീട്ടിലുള്ള ആളുകളാണെങ്കിലും, പക്ഷെ അവരെ വീട്ടിൽ കയറ്റാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിനോട് എന്ത് ചെയ്യണം, അവർക്കെതിരെ ഒരു മറയിടണം. ഞാൻ ചെയ്യുന്ന മെത്തേഡ്, ഒരു ബൗളിൻ്റെ അകത്ത് അല്ലെ ഒരു ബലൂണിൻ്റെ അകത്ത്, എക്സാക്ട്ലി ഒരു ബലൂണിൻ്റെ അകത്ത്, നീല കളറിലുള്ള ഒരു ബലൂണിൻ്റെ അകത്ത് ബൈജു പാം കയറും. എന്നിട്ട് അതിനകത്ത് നിന്നിട്ടായിരിക്കും ഞാൻ സംസാരിക്കുക. അതായത് എന്നെ ബാധിക്കാത്ത രീതിയിൽ ഞാനൊരു ആവരണം എനിക്ക് സൃഷ്ടിക്കും. എന്നിട്ട് അതുപോലുള്ള ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യും, അവരോട് സംസാരിക്കും. അസോസിയേഷൻ അല്ല, അവരോട് സംസാരിക്കും. പക്ഷേ ഡിസ്അസോസിയേഷൻ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ വിഷൻ ബോർഡും ഇങ്ങനെ വലിയ ഗോൾസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചില സാഹചര്യങ്ങളിൽ നിന്ന് ഡിസ്അസോസിയേറ്റ് ചെയ്യണം. വീട്ടിൽ നിന്ന് പോലും ചെയ്യണം. വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇതിനെ അംഗീകരിക്കാം, പക്ഷെ നമ്മൾ കാണിച്ചു കൊടുക്കണം. അവരോട് വഴക്കുണ്ടായിട്ട് അവരുടെ എതിരെ അങ്ങനെയല്ല. നമ്മൾ ഇവിടെ റീപ്രോഗ്രാം ആകുമ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യും. ഫുർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ്, ദ ടോപ്പ് സക്സസ് കീസ് എന്നാണ് നമ്മൾ പറയുന്നത്. ക്ഷമിക്കുക, നന്ദി ഉണ്ടാവുക, നിരുപാധികം സ്നേഹിക്കുക. അപ്പോൾ ഡിസസോസിയേഷൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഫൈനലി വിഷ്വലൈസേഷൻ. നമ്മൾ ക്രിയേറ്റീവ് വിഷ്വലൈസേഷനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതാണ് രാവിലെ ചെയ്യുന്നത്. അത് വിഷ്വലൈസേഷന് സഹായിക്കുന്ന ഒരു മെഡിറ്റേഷനാണ്. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഞാൻ ഇത് എന്തിനു വേണ്ടി നിങ്ങളോട് പറഞ്ഞു എന്ന് കൂടി കാണിച്ചു കഴിയുമ്പോൾ എൻ്റെ സെഷൻ കഥയിലേക്ക് പോകാം. യെസ്, ദയവ് ചെയ്ത് ഇത്ര പ്രാധാന്യത്തോടു കൂടി വേർഷൻ 3.0 അവതരിപ്പിക്കുന്നത് നിങ്ങളെ പരിശീലകരാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇത് ചെയ്തു എൻ്റെ ജീവിതം ഒക്കെയായി, സുബാബു സർ ഇത് പഠിച്ചു, ഗീത മാം ഇത് മനസ്സിലാക്കി, ഞാൻ ചെയ്തു, ഞങ്ങൾ ചെയ്തു, പക്ഷേ അതുകൊണ്ട് വി ബെസ്റ്റ് ആവില്ല. നിങ്ങൾ ആരും വേർഷൻ 3.0 അംഗങ്ങളും ആവില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരാൾക്കെങ്കിലും വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ സഹായിക്കണം. യുവർ ട്രെയിനേഴ്സ്, പൈസയും വാങ്ങണം. മിനിമം 5000 രൂപ പോട്ടെ, 1000 രൂപ വാങ്ങാമല്ലോ. 1000 രൂപ വെച്ച് വാങ്ങിയിട്ട് ഒരു 6 മന്ത്സിനുള്ളിൽ നിങ്ങൾ 5000 രൂപയുടെ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ 5000 രൂപയുടെ വിഷൻ ബോർഡ് നിങ്ങൾ മറ്റൊരാൾക്ക് ചെയ്ത് കൊടുത്ത് കാശ് തിരികെ വാങ്ങണം. 5 പകരം 50 വാങ്ങുന്നവരൊന്ന് കൈയടിച്ചേ, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഞാൻ 6 മാസത്തിനുള്ളിൽ 50000 രൂപ ഇതിൽ നിന്ന് വാങ്ങുന്ന സാർ. കാശ് വാങ്ങാതെ ഒരു കാര്യവും ചെയ്തിട്ട് കാര്യം കേട്ടോ. സൗമ്യ ജി, ഐ നോ ദാറ്റ്, താങ്ക് യു. റൈറ്റ്, 50000 രൂപ ഞാൻ ഇതുകൊണ്ട് കച്ചവടം ഉണ്ടാക്കും. 5000 രൂപ മുടക്കിയാൽ 50000. വൈറ്റിപ്പാം അങ്ങനെയാണ്. ഞാൻ എവിടെയെങ്കിലും ഇപ്പൊ ട്രെയിനിങ്ങിന് പോയോ, അച്ഛൻ വിളിക്കും, ടോബി അച്ഛൻ വിളിച്ചും പറയും, ബൈജേ ഇന്ന് വരണ്ടേ, ഇതിലേക്ക് പോ എന്ന് പറയും. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് അദ്ദേഹത്തിന്റെ കൂടെ പോകും. എന്നോട് കാശ് അധികം മേടിക്കാറില്ല, എങ്കിലും ഞാൻ പൈസ കൊടുക്കും, ഫുഡിന്റെയും മറ്റു പൈസ കൊടുക്കും. പക്ഷെ തിരിച്ചിറങ്ങിയാൽ ഒരു 5 പേരെങ്കിലും ഇൻറ്റു 5000, 20000 രൂപ ഒപ്പിച്ചിട്ടേ ഞാൻ തിരിച്ചു വരും. അപ്പം നമ്മൾ എവിടെ ചെന്നാലും ഇത് പറയണം, ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണ്ടേ,
ഈ പോർഷൻ ചെയ്യേണ്ടത്. അത് മാത്രമല്ല കാര്യം, കാശുണ്ടാക്കുക, നിങ്ങൾ സൂപ്പറാണെന്ന് പറയിപ്പിക്കുകയല്ല കാര്യം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ദ പാസീവ് ടീച്ചിങ് മെത്തേഡ്സിലാണ് നമ്മൾ ഇത്രയും നാള് കാര്യങ്ങളെല്ലാം പഠിച്ചത്. ട്രെയിനിങ് ആയാലും കാര്യങ്ങളെല്ലാം ആയാലും. അതായത് ലെക്ചറിങ്ങിലൂടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ 5% മാത്രമേ നമ്മുടെ മനസ്സിൽ നിൽക്കൂ. നിങ്ങൾ അതൊന്നുകൂടി വായിച്ചാൽ 10% മനസ്സിൽ തങ്ങി നിൽക്കും. നമ്മളിപ്പോ ചെയ്യുന്നത് പോലെ ഓഡിയോ വിഷ്വൽസ്, വീഡിയോസും ഓഡിയോസും ഒക്കെ ആയിട്ട് ഒരു മ്യൂസിക് ഒക്കെ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ മാക്സിമം നമ്മുടെ മനസ്സിൽ നിൽക്കാൻ പോകുന്നത് 20%. നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അറിവിന്റെ ശതമാനം 30. നമ്മൾ ഗ്രൂപ്പിൽ ഒരു ഡിസ്കഷന് പോവുകയാണെങ്കിൽ ഈ കാര്യങ്ങളെ കുറിച്ച്, അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ പോണേ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മനസ്സിലാക്കിയ കാര്യങ്ങൾ 50% നമ്മുടെ ഉള്ളിൽ നിൽക്കും. വിഷൻ ബോർഡ് ഉണ്ടാക്കി അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ 75% നോളജ് നമ്മുടെ കയ്യിലിരിക്കും. ഫൈനലി നോക്കൂ, ടീച്ച് അതേഴ്സ്. രമ മിസ് ഒരു കുഞ്ഞിനെയെങ്കിലും ഇത് ചെയ്യിപ്പിച്ചാൽ, പഠിപ്പിച്ചാൽ, മാം നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അറിവുകളും പ്രത്യേകിച്ച് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളും 90% നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും, വിജയിക്കും. ദാറ്റ് മെത്തേഡ് ഈസ് പാർട്ടിസിപ്പേറ്ററി ടീച്ചിങ് മെത്തേഡ്. ഇതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ. ഞാനിപ്പോൾ ചെയ്യുന്നതും അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ചെയ്യേണ്ടതും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കും. സജീവ് സാറായാലും, ജോസ് കുര്യൻ സാറായാലും, ജോയി സാറായാലും, ഐസക് സാറായാലും, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന നായർ സാബ് ആയിക്കോട്ടെ, അലൻ പോലും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ്സ്. അലൻ ഒരു അഭിപ്രായം പറയുമ്പോൾ അലൻ ചെയ്യുന്നത് പാർട്ടിസിപ്പേറ്ററി ടീച്ചിങ് മെത്തേഡാണ്. ആ കുഞ്ഞുമോനിൽ നിന്നും വരെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ കാര്യം. നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ യു ആർ ഗ്രേറ്റ് ട്രെയിനേഴ്സ്. നമുക്കിനി ഒരു കഥ കേൾക്കാം, എന്നിട്ട് നമുക്ക് തിരികെ വരാം. കഥ ഇതാണ്. ഇന്നലെ നമ്മുടെ സൗമ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കേരള സാഹിത്യ അക്കാദമിയിൽ ജോലി കിട്ടി, വിഷൻ ബോർഡിൽ വെച്ചു, അറിയാതെ വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന കക്ഷി എനിക്ക് ഫോർവേഡ് ചെയ്താണ്. നേരത്തെ ആളെ എഴുതിയതാണോ എന്ന് സംശയമുണ്ട്. ഞാൻ ചോദിച്ചിട്ട് ആൻസർ കിട്ടിയിട്ടില്ല. അങ്ങനെയൊന്നും കിട്ടാറില്ല. ചോദിച്ചാൽ പിന്നെ 1 മാസം കഴിഞ്ഞേ ആൻസർ വരുള്ളൂ. അങ്ങനെയുള്ള ചില ആളുകൾ, ചില സുഹൃത്തുക്കൾ നമുക്കുണ്ട്. ശരി, കഥ ഇതാണ്. ഈ കഥ ഒരിക്കലും പിരിയാത്ത 4 കൂട്ടുകാരുടെ കഥയാണ്. അവർ ഒരേ സ്കൂളിൽ, ഒരേ ക്ലാസ്സിലാണ് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചത്. ആ സമയത്ത് സിറ്റിയിൽ, അവരുടെ സിറ്റിയിൽ ആകെ ഒരു ആഡംബര ഹോട്ടൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ 10-ാം ക്ലാസ്സുകാരായ 4 കൂട്ടുകാർ കൂടി ചേർന്നിട്ട് വർഷാവസാന പരീക്ഷ കഴിഞ്ഞ് അവർ പിരിയുന്നതിന് മുമ്പ് ഈ ആഡംബര ഹോട്ടലിൽ ഒത്തുകൂടി പ്രഭാത ഭക്ഷണം കഴിക്കണമെന്ന് അവർ തീരുമാനിച്ചു. നിശ്ചയിച്ചുറച്ചതുപോലെ ഒരു ഞായറാഴ്ച രാവിലെ കൃത്യം 9 മണിക്ക് അവർ എല്ലാവരും ഹോട്ടലിലെത്തി. അവരുടെ പേരുകൾ ഇങ്ങനെയായിരുന്നു: ജോർജ്, മാത്യു, ജോൺ, തോമസ്. ഇവരൊരുപാട് നേരം അവിടെ സംസാരിച്ചിരുന്നു. ഇനി തമ്മിൽ പിരിയുന്നതിലുള്ള വിഷമവും അവരുടെ മുഖത്തും അവരുടെ സംസാരത്തിലും നിഴലിച്ചു നിന്നു. സംസാരത്തിനിടയിൽ എല്ലാവരും കൂടി ഒരു നിർദ്ദേശം ഏകകണ്ഠേന അംഗീകരിച്ചു. ഇന്നേക്ക് കൃത്യം 50 വർഷങ്ങൾക്ക് ശേഷം മെയ് 1 എന്നൊരു തീയതി ഉണ്ടെങ്കിൽ വീണ്ടും ഇതേ ഹോട്ടലിൽ നമുക്ക് ഒത്തുചേരണം. 50 വർഷങ്ങൾക്ക് ശേഷം മെയ് 1. അത്രയും നാൾ അവരോരോരുത്തരും വളരെ നന്നായി അധ്വാനിക്കും. അങ്ങനെ തീരുമാനമെടുത്തു. അവര് ആരാണോ, ഒരു കാര്യം കൂടി അവർ തീരുമാനിച്ചു, ആരാണോ
അന്ന് ഹോട്ടലിൽ ഏറ്റവും അവസാനം വന്നെത്തുന്നത് അവരാകും അന്നത്തെ ബില്ല് കൊടുക്കേണ്ടതെന്നും തീരുമാനം. ഒരു പണി കിട്ടി. ഏറ്റവും അവസാനം വരുന്ന ആള് എന്ത് ചെയ്യണം? ബില്ല് കൊടുക്കണം. ഹോട്ടലിലെ വെയിറ്റർ ആയിരുന്ന ജോസഫ് ഈ സംഭാഷണമെല്ലാം കേട്ടുകൊണ്ടാണ് ഇരുന്നത്. അയാൾ പറഞ്ഞു, അന്ന് ഞാനിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കായി ഞാനും വെയിറ്റ് ചെയ്യും. വെയിറ്ററുടെ നയം വ്യക്തമാക്കി. ശേഷം 4 പേരും 4 ദിക്കുകളിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി പിരിഞ്ഞുപോയി. ജോർജ് ആ സിറ്റിയിൽ നിന്ന് തന്റെ കുടുംബത്തോടൊപ്പം അടുത്ത സിറ്റിയിലേക്ക് താമസം മാറ്റി. മാത്യുവിന് കോളേജ് അഡ്മിഷൻ കിട്ടിയത് തലസ്ഥാന നഗരിയിലാണ്. ജോണിനും തോമസിനും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോളേജുകളിലാണ് അഡ്മിഷൻ തരപ്പെട്ടത്. ആഴ്ചകൾ മാസങ്ങളിലേക്കും, മാസങ്ങൾ വർഷങ്ങളിലേക്കും, വർഷങ്ങൾ ഉരുണ്ടു നീങ്ങി 50 വർഷങ്ങളിൽ അവർ വീണ്ടും ഒന്നിക്കാമെന്ന് തീരുമാനിച്ച മെയ് 1 എത്തി. മുന്നോട്ടുരുണ്ട ഈ 50 വർഷങ്ങളിൽ അവിശ്വസനീയമായ മാറ്റമാണ് അവരുടെ അന്നത്തെ ആ കൊച്ചു സിറ്റിക്ക് സംഭവിച്ചത്. ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു. ആഡംബര ചുംബികളായ കെട്ടിടങ്ങളും വിശാലമായ ഹൈവേ ഒക്കെയായി വളരെ പുരോഗമിച്ചു. അവിടം വളരെ പുരോഗമിച്ചു. അവർ ഒത്തുകൂടിയ ആ പഴയ ഹോട്ടൽ ഇന്നൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. അന്നത്തെ വെയിറ്റർ ആയിരുന്ന ജോസഫ് ഇന്ന് ആ ഹോട്ടലിന്റെ ഉടമസ്ഥനാണ്. ഏതാണ്ട് ഉച്ച സമയമായപ്പോൾ ഒരു ബെൻസ് കാർ ഹോട്ടലിന് മുന്നിൽ വന്നു നിന്നു. സുഹൃത്തുക്കളിൽ ഒരാളായ ജോർജ് കാറിൽ നിന്നും ഇറങ്ങി ഹോട്ടലിലേക്ക് നടന്നു. ഇന്നയാൾ 3 ജ്വല്ലറികളുടെ ഉടമസ്ഥനാണ്. ജോർജ് പതിയെ നടന്ന് ഹോട്ടൽ ഉടമയായ പഴയ വെയിറ്റർ ജോസഫിന്റെ അടുത്തെത്തി. അവർ പരസ്പരം മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. മാത്യു 1 മാസം മുമ്പേ തന്നെ നിങ്ങൾക്കായി ഒരു ടേബിൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു എന്ന് ജോസഫ് ഉത്സാഹത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു. താൻ ആദ്യം ഇവിടെ എത്തിയതിൽ ജോർജ് അതിയായി സന്തോഷിച്ചു. താനാണ് ആദ്യം എത്തിയതെന്നതിനാൽ ബില്ല് കൊടുക്കേണ്ടി വരില്ല എന്ന് മറ്റു സുഹൃത്തുക്കളോട് വീരവാദം പറഞ്ഞ് തമാശ ഉണ്ടാക്കാൻ ഒരവസരമായി. അയാൾ അതോർത്ത് മനസ്സിൽ ചിരിച്ചു. മാത്യു ആണ് രണ്ടാമതെത്തിയത്. അയാൾ ഇന്ന് അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടറാണ്. അയാളുടെ തലയൊക്കെ നന്നായി നരച്ചിട്ടുണ്ട്. കുടവയറൊക്കെ ആയിട്ട് ഉള്ളതിൽ കൂടുതൽ പ്രായം തോന്നിപ്പിക്കുന്നുണ്ട്. ജോർജും മാത്യുവും ഓരോരോ വിഷയങ്ങൾ പങ്കുവെച്ച് മറ്റ് 2 പേർക്കുമായി കാത്തിരുന്നു. അരമണിക്കൂറിന് ശേഷം ജോൺ എത്തി. അയാൾ ഇന്നൊരു അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ്. അവർ 3 പേരും 4-മനായ തോമസിനു വേണ്ടി വാതിക്കലേക്ക് നോക്കി എന്തു പറ്റിക്കാണുമെന്ന് ചിന്തിച്ച് അക്ഷമയോടെ കാത്തിരുന്നു. ആ സമയം ഹോട്ടൽ ഉടമ ജോസഫ് തോമസിന്റെ ഒരു സന്ദേശവുമായി എത്തി. നിങ്ങൾ സ്നാക്സ് ഒക്കെ കഴിച്ചോളൂ, പതിയെ ഭക്ഷണം ആരംഭിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു എന്ന മെസ്സേജാണ് ജോസഫ് മറ്റുള്ള 3 പേർക്കും കൊടുത്തത്. ഇത്തിരി കഴിഞ്ഞ് അദ്ദേഹം എത്തുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളതെന്നുള്ള മെസ്സേജും ജോസഫ് വഴി അറിയിച്ചു. എത്തിയ 3 പേരും തമാശകൾ പറഞ്ഞും ചെറിയ മദ്യം നുകർന്നും വളരെ സമയം ചിലവഴിച്ചു. അപ്പോഴും തോമസ് എത്തിയില്ല. ജോസഫ് വീണ്ടും തോമസിന്റെ മറ്റൊരു സന്ദേശം അവരെ അറിയിച്ചു. അവിചാരിതമായ ചില കാരണങ്ങളാൽ, അസൗകര്യങ്ങൾ നിമിത്തം അദ്ദേഹം വീണ്ടും താമസിക്കും. തന്നെ കാത്തിരിക്കാതെ പ്രധാന ഭക്ഷണം ആസ്വദിക്കാൻ തുടങ്ങിക്കോളൂ.
അവർ ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഓർഡർ ചെയ്തു. അവ കഴിച്ചു കഴിഞ്ഞിട്ടും തോമസ് എത്തിയില്ല. കാത്തിരുന്നു മുഷിഞ്ഞ കൂട്ടുകാർ ഭക്ഷണത്തിന് ശേഷം ബില്ല് ആവശ്യപ്പെട്ടു. ബില്ല് ഓൺലൈനിൽ പേ ചെയ്യപ്പെട്ടു എന്ന മറുപടിയാണ് അവർക്ക് കിട്ടിയത്. 8 മണിയായപ്പോൾ അവർ പിരിയാൻ ആരംഭിച്ച സമയത്ത് ഹോട്ടലിന്റെ മുന്നിൽ ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നും ഭംഗിയായി വസ്ത്രം ധരിച്ച ഒരാൾ അവരുടെ അടുത്തേക്ക് നടന്നെത്തി. അയാളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. അടുത്തെത്തിയ ആ മാന്യൻ അവരോട് പറഞ്ഞു, ഞാൻ പീറ്റർ, നിങ്ങളുടെ കൂട്ടുകാരൻ തോമസിന്റെ മകനാണ്. എന്റെ പിതാവ് എന്നോട് നിങ്ങളുടെ ഇന്നത്തെ കൂടിക്കാഴ്ചയെ കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹം ഈ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലും ആയിരുന്നു. എന്നാൽ ഏറെക്കാലം രോഗശയ്യയിലായിരുന്നു പിതാവ്. കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു. മുൻകൂട്ടി കണ്ടിട്ടെന്ന പോലെ ഈ ദിവസത്തിനു മുൻപേ താനെങ്ങാൻ മരണപ്പെട്ടാൽ എന്നോട് ഇവിടെ എത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അതും വളരെ താമസിച്ച്. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത്, താൻ ഈ ലോകത്തിൽ ഇല്ലെന്നറിഞ്ഞാൽ നിങ്ങൾ ചിരിക്കുകയോ തമാശ പറയുകയോ ആനന്ദിക്കുകയോ ഇല്ല. അങ്ങനെ ഈ കൂടിക്കാഴ്ചയുടെ ആനന്ദം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അത് അനുവദിച്ചുകൂടാ. അതിനാലാണ് പിതാവ് എന്നോട് ഇവിടെ വൈകി എത്തിയാൽ മതി എന്ന് ആവശ്യപ്പെട്ടത്. നിങ്ങളെ കാണുമ്പോൾ എല്ലാവരെയും ആശ്ലേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇത് പറഞ്ഞ് നിറകണ്ണുകളോടെ കൈകൾ വിരിച്ച് അവരെ ആശ്ലേഷിക്കാനായി അദ്ദേഹം ആഞ്ഞു. അദ്ദേഹത്തിന്റെ വിവരണം കേട്ട് വരുന്ന അവർക്ക് അദ്ദേഹത്തെ എവിടെയോ പരിചയമുള്ളത് പോലെ തോന്നി. പീറ്റർ വീണ്ടും തുടർന്നു, ഇവിടെ നിന്നും പോയ പിതാവ് ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു കോളേജിൽ അധ്യാപകനായി എനിക്കും എന്റെ നല്ല വിദ്യാഭ്യാസം നൽകി. ഞാനിന്ന് ഈ സിറ്റിയുടെ ഗവർണറാണ്. കഥ കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇനി ഒരു കൂടിക്കാഴ്ച വീണ്ടും ഒരു 50 കൊല്ലം നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. എല്ലാവർക്കും ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു സമയത്ത് എല്ലാവർക്കും ഒത്തുചേരണം. അതിന് വേണ്ടുന്നതെല്ലാം ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞു നിർത്തി. സുഹൃത്തുക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊത്ത് ചെലവഴിക്കാനുള്ള നിമിഷങ്ങൾ നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. അതിനായി ഒരു വിശേഷ അവസരത്തിനായി കാത്തിരിക്കുകയും അരുത്. ഈ ലോകത്ത് നിന്ന് ആര് എന്ന് വിട പറയുമെന്ന് നമുക്കറിയില്ലാത്തതിനാൽ വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് നമുക്ക് ഉണ്ടായെന്നിരിക്കില്ല. നമ്മുടെ ജീവിതം ഒരു ട്രെയിൻ യാത്ര പോലെയാണ്. തങ്ങൾക്ക് ഇറങ്ങേണ്ടുന്ന സ്റ്റേഷനിലെത്തിയാൽ ഓരോരുത്തരും അവിടെ ഇറങ്ങിയേ തീരും. മറ്റുള്ളവരുടെ മനസ്സിൽ മങ്ങിയ ഓർമ്മപ്പാടുകൾ അവശേഷിക്കും. നമ്മുടെ കൂട്ടുകാരോടൊപ്പം കുടുംബത്തോടൊപ്പം ആവുന്നത്ര സമയം ചെലവഴിക്കുക. സുഹൃത്ത് ബന്ധങ്ങളുടെ ആഴം കൂടിച്ചേരലുകൾ വഴി നിലനിർത്തുക. നമ്മൾ ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങൾ സന്തോഷം നമ്മുടെ കൂടിച്ചേരലുകൾ വിശേഷ ദിവസങ്ങളിൽ മാത്രമാകാതെ അവസരം കിട്ടുമ്പോഴൊക്കെ ചെയ്യുക. ഒരു പ്രത്യേക കാരണവും വേണമെന്നില്ല അതിന്. അങ്ങനെ നമ്മുടെ സ്നേഹബന്ധങ്ങൾ സ്നേഹബന്ധങ്ങളുടെ വടവൃക്ഷം ഊഷ്മളതയോടെ പടർന്ന് പന്തലിക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവർക്കായി സമയം കണ്ടെത്തണം. അങ്ങനെ ജീവിതത്തിന്റെ ഔന്നര്യം സ്റ്റോറി. താങ്ക് യു സാർ. മനോഹരമായ സ്റ്റോറി. താങ്ക് യു സോ മച്ച്. ഒരുപാട് ചിന്തകൾ ഉണർത്തുന്ന, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് പഠിക്കാനുണ്ട്. മനോഹരമായ സ്റ്റോറി സാർ. അതിനപ്പുറം സാറിന്റെ പ്രസന്റേഷൻ അതിമനോഹരം. താങ്ക് യു.
സാർ ഇതുവരെ ഇങ്ങനെ കഥ പറഞ്ഞ് കേട്ടിട്ടില്ല. ഫിലിം കണ്ട പോലെ സ്ക്രീനിൽ കണ്ട പോലെ. ഇതിൽ 8 കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഈ വിഷൻ ബോർഡിന്റെ വീഡിയോ. ഞാനോർത്തേ ആ സാർ പറഞ്ഞു വന്നപ്പോ ഹൂ മൂവ് മൈ ചീസ് എന്ന് പറഞ്ഞ ഡോക്ടർ ബുക്കിന്റെ കഥയാണ്. സ്പെൻസർ ജോൺസൺ പുസ്തകമുണ്ടല്ലോ, അവർ കൂട്ടുകാർ ഒത്തുചേർന്നിട്ട് അതെ ഒരു അതെ കഥ അതെ പറയുന്ന അതെ. ആ സംഭവത്തിലേക്കായിരിക്കും പോണെന്നാ ആദ്യം ഓർത്തത്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഒറ്റ എടുത്തോളൂ. ശ്വാസത്തിലിരുന്നാണ് കേട്ടത്. താങ്ക് യു കഥ സർ. കഴിഞ്ഞപ്പോഴാണ് ശ്വാസം തിരിച്ചു വിടാൻ പറ്റിയത്. വാവ്, താങ്ക് യു. അപ്പൊ സാർ എടുത്തോളൂ, ബുക്ക് എടുത്തോളൂ. സാർ യെസ് സർ, സാർ പറയൂ കഥയിൽ സർ. ചോദ്യമില്ല എന്ന് പറയും. എങ്കിൽ ശരി. കൂടി ഇത്ര അടുത്ത സുഹൃത്തുക്കൾ എന്ത് 50 കൊല്ലങ്ങൾക്ക് ശേഷം കാണാമെന്ന് വെച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കൊച്ചു കുട്ടികളല്ലേ, 10ാം ക്ലാസ്സിലല്ലേ. ഞാനും ആലോചിച്ചു, കഥയിൽ ചോദ്യമില്ലെങ്കിൽ ഞാനും ആലോചിച്ചു ഇതിന്റെ പ്രായോഗികത എന്താ. പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ജോസ് കുര്യൻ സാർ എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ വഴിയുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പൊ എനിക്ക് കിട്ടിയ ആൻസർ ഇതാണ്. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ അതെ, ചിന്തയിലേക്ക്. അവരെ ലൈഫ് സെറ്റ് ചെയ്തതിനു ശേഷം അതെ എന്നുള്ള അർത്ഥത്തിലായിരിക്കും കാണാൻ അതെ തീരുമാനിക്കുന്നത്. അതെ അതെ, അവരൊരു പക്ഷെ ആഗ്രഹമാണ്. അതില് അല്ല, ഞാനിപ്പോ അസ്വാഭാവികതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ ഇപ്പോഴത്തെ അതെ അതെ, പണ്ടത്തെ എപ്പോഴും കാലമല്ലേ സാർ, 50 വർഷം മുന്നേ അല്ലേ. ഇപ്പോഴത്തെ കാലത്തിലെ കുട്ടികൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ അങ്ങനെയല്ല കുട്ടികൾ സാർ. എങ്ങനെയാ സുബാബു സാർ? ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാ? അവർ ഒരു അടുത്ത ആഴ്ച അല്ല ജോസ് കുര്യൻ സാറേ, അവരന്ന് അങ്ങനെ ടാർഗറ്റ് വെച്ചപ്പോ തീരുമാനിച്ചുകൊണ്ടാണ് ഇങ്ങനെ അതുവരെ ഒരു കഥ ഒരു നമുക്ക് എക്സ്പെക്ടേഷൻ കേൾക്കാൻ ഇതായില്ലേ പറ്റിയത്. സാർ? അതാണ്. സാറേ അന്ന് വാട്സപ്പ് ഇല്ലല്ലോ സാറേ. കറക്റ്റ്. അന്ന് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇല്ല. അതെ അതെ സാറേ അവര് എൻ്റെ ഒരു 50 അഭിപ്രായം വർഷം ഉണ്ട് സാറേ. എന്ന സാറേ എനിക്കൊരു 50 അഭിപ്രായം. ഒരു ആ, മിനിറ്റ് ആ, ഒരു മിനിറ്റ് പറയൂ സാർ. ഇത് കേൾക്കേണ്ടത് വീട്ടമ്മമാരാ. നമ്മളെ ഈ ഫ്രണ്ട്സുകളെ കൂടെ കൂടുമ്പം നമ്മളെ ഭാര്യമാര് ഒരു മുഖം കറുപ്പിക്കാം. ഓക്കെ, സ്മിത, സൗമ്യജി, വീട്ടമ്മമാര് അങ്ങനെ കൂടുണ്ട് സാറേ, പണ്ടത്തെ മാതിരിയല്ല. ഞങ്ങളും ഇപ്പോഴേ കൂടുന്നുണ്ട്. ഓക്കെ, ഈ ആർക്കെ പറഞ്ഞാല് ഒരു ആർക്കല്ല സന്തോഷ് ഗോപി സാർ അല്ലേ, ഈ അടുത്ത ദിവസം ഞാൻ വായിച്ച ഒരു തമാശയുണ്ട്. ഈ സ്ത്രീകൾക്ക് തങ്ങളുടെ ഭർത്താക്കന്മാരുടെ 90% സുഹൃത്തുക്കളെയും ഇഷ്ടമല്ല എന്നുള്ളതാണ്. അല്ല. അതേസമയം പുരുഷന്മാർക്ക് അവരുടെ ഭാര്യയുടെ കൂട്ടുകാരികളെ 90% ഇഷ്ടമാണ്. 99% ഇഷ്ടമാണ്. 99% ഇഷ്ടമാണ്. അപ്പൊ ഇതില് സ്നേഹം ആർക്കാണ് ഉള്ളത് എന്നതാണ്, പുരുഷനാണ്. എന്നാലും ഓർത്തിരിക്കുക, നമ്മുടെ IRP, നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ ഒരു പ്രധാന മാറ്റം വന്നിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞിരിക്കുന്നു എന്ന് കരുതുന്നു. മാറ്റം ഇതാണ്: 69 നിയമം 69. എന്താണെന്നറിയോ? ആരെങ്കിലും കേട്ടോ? എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ്. പറയാം, സൗമ്യജിയുടെ കേട്ടിട്ട് 69 എന്താന്ന് പറയാം. ഒപ്പം ഇന്ന് വാട്സാപ്പിൽ വിഷൻ ബോർഡുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു മെസ്സേജ് കൂടി പറയാം. മെറ്റ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയൊരു വേർഷൻ നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോണിൽ വാട്സാപ്പിൽ വന്നിട്ടുണ്ട്. ഒരു റിങ് നിറത്തിലുള്ള അതിന്റെ അത്ഭുതങ്ങളിലേക്ക് നമുക്ക് ഇന്ന് പോകാം. അതും കൂടി കേട്ടതിന് ശേഷം നമുക്ക് വിഷൻ ബോർഡിന് ഏറ്റവും ഉപകരിക്കുന്നതായതുകൊണ്ടും പുതിയ ഇൻഫർമേഷൻ ആയതുകൊണ്ടും ഞാൻ ഷെയർ ചെയ്യാം. 2 കാര്യം. ഒരു നീല റിംഗ് ആണ് അത് സാർ. തന്നെ സാർ, അത് തന്നെ. എന്താണെന്ന് ഇപ്പൊ പറയാം. 2 ആഴ്ച മുമ്പ് കിട്ടിയവരൊക്കെ ഭാഗ്യം, കിട്ടാത്തവർ എനിക്കും കുറെ ദിവസമായി വെച്ചിട്ട്. ലിൻസി അതെടുത്ത് വെച്ച് പറഞ്ഞു, ഈ വളയം ഒന്ന് മാറ്റിത്തരാമോ, ഞാൻ എന്തോ തെറ്റിപ്പോന്നാണെന്ന് പറഞ്ഞു വന്നു. ഈ വളയം അന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുക. അത് തന്നെ പറയാം. സൗമ്യജി എന്താ പറയാൻ വേണ്ടി ഹാൻഡ് റൈസ് ചെയ്തേ? പറഞ്ഞു. യെസ് സർ, ഹാപ്പി മോർണിംഗ് സർ, ഹാപ്പി മോർണിംഗ് ഓൾ. സർ, ട്രെയിനിങ് ഇപ്പൊ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിങ്സുകൾ അട്രാക്ട് ചെയ്യപ്പെടുകയാണ്. ട്രെയിനിങ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നൊരു ട്രെയിനിങ് ഉണ്ട്. ഇപ്പൊ അല്ലാതെ എനിക്കൊരു യാത്രയുണ്ട്, അതുകൊണ്ട് ഞാൻ ലീവ് ചെയ്യാന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഇന്നത്തെ ട്രെയിനിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ നമുക്ക് ഒന്നുകൂടി ചിന്തിക്കാം. റെഡി എല്ലാവരും? ഈ കഥയിൽ നിന്നും കിട്ടിയ കാര്യങ്ങളെ വെച്ചുകൊണ്ട് 8 കാര്യങ്ങൾ. 1, നമ്മളുടെ ജോലി അത് മാക്സിമം ആസ്വദിക്കാൻ ഈ പരിധിക്കുള്ളിൽ കഴിയണമെങ്കിൽ കൃത്യമായി ഗോൾസ് ഉണ്ടാവും. 2, ഇത് ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന തരത്തിൽ ഷോർട്ട് ടൈം ഗോൾ ആയാലും മിഡ് ടൈം ആയാലും ലോങ് ടൈം ആയാലും ലൈഫ് ടൈം ഗോൾ ആയാലും സെറ്റ് ചെയ്യണം. ഹെൽത്ത്, ഇപ്പൊ കേട്ടതിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു പെയിൻ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ഒരു നൊസ്റ്റാൾജിയ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ഒരു സന്തോഷം തരുന്നുണ്ടെങ്കിൽ, ലക്ഷ്യത്തെക്കുറിച്ച് വെയിറ്റർ കണ്ട ലക്ഷ്യം വെറുതെ ഒരു സംസാരത്തിൽ കേട്ട വിഷയമാണ്. അയാൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ
ഉടമയായി മാറി. അനുഭവങ്ങളുണ്ട് കേട്ടോ. ഇത് വലിയ ഒരുപാട് ഇപ്പൊ പറയുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കൊരു വലിയൊരു എക്സാഗറേഷൻ അല്ലെങ്കിൽ തോന്നാം. 2 ആഴ്ചക്ക് മുന്നേ 1 ആഴ്ചക്ക് മുന്നേ മരിച്ച കൂട്ടുകാരന്റെ വിവരം അറിയാതിരിക്കുന്നതൊക്കെ ചിലപ്പോൾ അസ്വാഭാവികമായിട്ട് തോന്നാം. പക്ഷേ അതിന്റെ പിന്നിലും ചിലപ്പോൾ നമുക്കൊരു ലോജിക്ക് കണ്ടെത്താൻ കഴിയും. എന്താ, 1 ആഴ്ച കഴിഞ്ഞിട്ട് മെയ് 1 കൂടാനിരിക്കുകയാണ്. അപ്പൊ ബോധമുള്ള വിവരമുള്ള മോൻ പറഞ്ഞു അവരിനി അതിനു വേണ്ടി എന്തായാലും കാണുന്നുണ്ടല്ലോ, വന്നതും മരിച്ചത് കാണാനായിരിക്കും, പക്ഷെ അവരുടെ സന്തോഷം കളയണ്ടെന്ന് വെച്ചിട്ടാകാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം. വെൽത്ത്, മെന്റൽ ഗോൾസ്, ഇന്റലക്ച്വൽ ഗോൾസ്. ഞാൻ പ്രത്യേകം പറയണു, മെന്റൽ ആൻഡ് ഇന്റലക്ച്വൽ ഗോൾസ് ഒന്നിച്ചെഴുതാം. മെന്റൽ ആൻഡ് ഇന്റലക്ച്വൽ ഗോൾസ്. അടുത്തത് ഒന്നിച്ചെഴുതാം, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ. എന്താ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ? ഒരു ചാരിറ്റി ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലിരിക്കുന്ന എല്ലാവരും മിനിമം 2.5% ഇംഗ്ലീഷ് ആർക്കെങ്കിലും കൊടുക്കണം. ഏതെങ്കിലും കാര്യത്തിൽ കൊടുക്കുക എന്നുള്ളതല്ല, എവിടെയെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം. നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ആൾ വന്നിട്ടില്ലെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ അയാളുമായിട്ട് കണക്ട് ചെയ്ത് തരാം. അയാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി. ഒരിക്കലും എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടരുത്, അത് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ ചെറിയ എമൗണ്ട് ആയിരിക്കും. പഠിക്കാൻ പോകാൻ വലിയ വീടുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കോവിഡ് വന്നപ്പോഴോ അതിനുശേഷമോ ബിസിനസ് തകർന്നു. അവിടെ പഠിക്കുന്ന കുഞ്ഞിന് ഹോസ്റ്റലിൽ ഫീസ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് പഠിത്തം നിർത്തുന്നു. ഒരു 2200 രൂപ വെച്ച് എല്ലാ മാസം കൊടുത്താൽ ആ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആവും. അപ്പൊ ചോദിക്കും, ഇത്ര വലിയ വീട് വെച്ചതിന്റെ അവരെ അപ്പനും അമ്മനൊന്നും അപ്പം മരിച്ചുപോയി. കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല, കാരണം ആ കുഞ്ഞിന്റെ പഠിത്തം മുടങ്ങാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു 3 പേര് വിചാരിച്ചാൽ 200 രൂപ 300 രൂപ വെച്ചിട്ട് മാറ്റി വെച്ചാൽ ആ കുഞ്ഞിന്റെ ഹോസ്റ്റൽ ഫീ നടക്കും, അല്ലെങ്കിൽ ഫുഡ് ക്യാൻറ്റീൻ ഫീ നടക്കും. ഓക്കെ, ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഒന്നിച്ചെല്ലാം. അപ്പോൾ ഗോൾസ് എല്ലാവരും ഇന്ന് സെറ്റ് ചെയ്യണം. ഞാനൊരു കാര്യം കൂടി പ്രത്യേകം പറഞ്ഞേക്കാം. ഇതാണ് 69 ലോ, പുതിയ നിയമം അനുസരിച്ച് വരുന്ന സ്ത്രീകൾക്ക് അനുകൂലമായ ഒരുപാട് നിയന്ത്രണങ്ങളാണ്. ഞാൻ തമാശ രൂപത്തിലാണ് അത് പറഞ്ഞു വന്നത്. പ്രേമിക്കാം ആരെ വേണേലും, പക്ഷെ പരിധി കഴിഞ്ഞ് പ്രേമിച്ചാൽ തെളിയിക്കപ്പെട്ടാൽ 10 വർഷം കഠിന തടവാണ്. അതായത് ഒരു അനാവശ്യമായ ലൈംഗിക ബന്ധത്തിലോ ഒക്കെ പെട്ടുപോയാൽ ആ പെൺകുട്ടി എങ്ങാനും അല്ലെങ്കിൽ ആ സ്ത്രീ പറയാണ് എന്നെ കല്യാണം കഴിക്കാമെന്ന് പ്രലോഭിച്ചിട്ടാണ് ഇങ്ങനെ ഞാൻ ആളുടെ കൂടെ പോയതെന്ന് പറഞ്ഞാൽ 10 വർഷം വരെ, ഇന്ന് എല്ലായിടത്തും ചർച്ചാ വിഷയമാണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ, ഇത് നമ്മളെ സംബന്ധിക്കുന്ന വിഷയം അല്ലാത്തതുകൊണ്ടാണ്. എങ്കിലും 69 എന്ന് പറയുന്ന നിയമം അതാണ് വരുന്നത്. 10 വർഷം വരെ തടവാണ്. അധികം തെളിവൊന്നും വേണ്ട, ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ്, വോയിസോ എന്തെങ്കിലും മതി. സ്ത്രീ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വന്ന പുതിയ മാറ്റങ്ങളാണ്. 70 നിങ്ങൾക്കറിയാം 1976 ഇത് വന്നത്. അതിനുശേഷം ഒരുപാട് നാൾക്ക് ശേഷം വലിയൊരു ചേഞ്ചസ് ഒന്നും നമ്മുടെ ഭരണഘടനയിൽ വന്നിട്ടില്ല. അത് മാറ്റം വന്നത് ജൂലൈ 1 തൊട്ടാണ്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. പഠിക്കേണ്ടത് പഠിക്കണം, കേൾക്കേണ്ടത് കേൾക്കണം. ഇൻഫർമേഷൻ ആണ്. ഒന്ന് ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്താൽ, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്. പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന പല നിയമങ്ങളും എടുത്തു കളഞ്ഞു. പുരുഷനെ പീഡിപ്പിച്ചാൽ കേസ് കൊടുക്കാൻ, അസ്വാഭാവിക ലൈംഗികത അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിന് ഒരു കേസ് ഉണ്ടായിരുന്നു, ഒരു നിയമം ഉണ്ടായിരുന്നു IPC-യില്, പഴയ IPC-യിൽ. അതെടുത്ത് കളഞ്ഞു. പുരുഷന്മാരെ ആർക്ക് വേണമെങ്കിലും പീഡിപ്പിക്കാം. അതൊരു വാദമൊക്കെ നടക്കുന്നുണ്ട്, അതിന് കറക്ഷനൊക്കെ വരുന്നുണ്ട്. എന്തായാലും നിലവിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയണം, ജൂലൈ 1 മുതൽ. ഓക്കെ, സൈ സാർ. യെസ് സാർ, ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ സർക്കാർ സർവീസിലെ എല്ലാവർക്കും അറിയാതിരിക്കാം, ഈ നിയമം പ്രാബല്യത്തിലുണ്ട്. 69 അല്ല, സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് നിയമം പ്രാബല്യത്തിലുണ്ട്. അപ്പൊ അതില് നമ്മുടെ ഓഫീസിലെ സഹപ്രവർത്തകരോട് എന്തെങ്കിലും മോശമായ ഒരു വാക്ക് ഉപയോഗിച്ചാൽ കൂടി അവർക്ക് കംപ്ലൈന്റ് കൊടുക്കണം. സ്ത്രീകളാണ് അതിന്റെ കമ്മിറ്റി, ഒരു സാമൂഹ്യ പ്രവർത്തക ഉണ്ടാവും. അങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാം, നമ്മൾ വിചാരണ ചെയ്യും, നടപടിയെടുക്കാം. അങ്ങനെ ഒരു കോസി ജുഡീഷ്യറി ആയിട്ടുള്ള ഒരു ഏർപ്പാട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതും ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് സാർ ഇത് പറഞ്ഞപ്പോ. അപ്പൊ എന്തായാലും ഇൻഫർമേഷൻ 1, 2 ഇതാണ്. ആ വളയത്തിനോട് ചോദിക്കുക, ഇത്രേ ഉള്ളൂ, എനിക്കൊരു ഇമേജ് വേണം, പ്ലീസ് ഗീവ് മീ. അത് ക്ലിക്ക് ചെയ്യും എല്ലാവരും. ഇപ്പോൾ ഇത് കഴിയുമ്പോൾ ഉടനെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് അതിനോട് ചോദിക്കുക. മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, ഷോർട്ട് ഇംഗ്ലീഷിൽ ചോദിച്ചാൽ മതി. എനിക്ക് വിഷൻ ബോർഡിലേക്ക് വേണ്ടിയിട്ട്, വിഷൻ ബോർഡ് എന്നൊന്നും പറയണ്ട, നിങ്ങൾക്ക് ഒരു ക്ലോക്ക് വേണം, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും കുടുംബവുമായിട്ട് കടപ്പുറത്തിരിക്കുന്നത് പോലെ ഒരു പിക്ചർ എനിക്ക് തരാമോ എന്ന് ചോദിച്ചാൽ സെക്കൻഡ്സുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു ഇമേജ് തരും.
നിങ്ങളുടെ ആരോഗ്യം, ഹെൽത്തി ബോഡി ഉണ്ടാവണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഹെൽത്തി ബോഡി ഉള്ള ഒരാളുടെ പിക്ചർ തരാൻ പറഞ്ഞാൽ എന്ത് തരും? സെക്കൻഡ്സുകൾക്കകം ഒരു ഇമേജ് തരും, നിങ്ങളൊരു ഹെൽത്തി ബോഡി ആയിട്ട്. അപ്പൊ പറയാൻ, എനിക്ക് 60-ാമത്തെ വയസ്സിൽ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന ഒരാളുടെ ആകാനാണ് ആഗ്രഹം. അതുകൊണ്ട് 60-ാമത്തെ വയസ്സിൽ, ഏജ് 60, പ്ലീസ് ഗീവ് മി ഇമേജ് ഫോർ ഹെൽത്തി ബോഡി എന്ന് പറഞ്ഞാൽ അപ്പൊ തരും. സ്ത്രീയാണെങ്കിൽ ഗേൾ ആണെങ്കിൽ ഗേൾ, വുമൺ ആണ് വുമൺ, മെൻ ആണെങ്കിൽ മെൻ. അങ്ങനെ എന്ത് മെസ്സേജ് ആ സാധനത്തിൽ കൊടുത്താൽ അപ്പൊ ഇമേജ് സെക്കൻഡ്സുകൾക്കുള്ളിൽ വരും. ഇന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിക്കൂ. നിങ്ങളുടെ ഗോൾസിന് അനുയോജ്യമായ ഇമേജുകളെല്ലാം അതിനകത്ത് നിന്ന് എടുക്കാൻ കഴിയും. ഹലോ, സൂപ്പർ അല്ലേ? എന്നിട്ട് അത് പ്രിന്റ് ഷോപ്പിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ അവർ കോപ്പിയാക്കി തരും. അങ്ങനെ അതില് തൊട്ടിട്ട് പറയണം. ഞാനിത് അതിൽ തൊട്ട് പറയണ്ട, ഫസ്റ്റ് ഡേ തന്നെ ഉപയോഗിച്ചിരുന്നു. ടെക്സ്റ്റ് ചെയ്താൽ മതി, പ്ലീസ് എനിക്കൊരു ഇമേജ് തരണം. അതെ അതെ. പിന്നെ എനിക്കൊരു പവർ പോയിന്റ് ഉണ്ട്. ഇപ്പൊ സൗമ്യജി ക്ലാസ് എടുക്കാൻ പോകുന്നു. അപ്പൊ പറയുന്നു, ഇന്ന് ഇന്ന സബ്ജക്ട്സിനെ കുറിച്ചിട്ട് എനിക്കൊരു ക്ലാസ് ഉണ്ട്, അതിലുള്ള കണ്ടന്റ് ഒന്ന് പറഞ്ഞു തരാമോ? അപ്പൊ ചോദിക്കും, ഗ്ലാമർ ഭയങ്കര ഭംഗി അതൊന്നുമില്ല, ഗ്രാമർ ഒന്നും നോക്കില്ല, സിമ്പിൾ ആയിട്ട് കൊടുക്കുക, ആൾക്ക് മനസ്സിലാവുന്നില്ല. മലയാളത്തിലേക്ക് ആയിട്ടില്ല, മലയാളത്തിലും കൊടുക്കാം. ഞാൻ മലയാളത്തിലും പരീക്ഷിച്ചു, മലയാളത്തിലും വർക്ക് ആവുന്നുണ്ട്. പക്ഷെ അല്ല, ട്രാൻസ്ലേറ്റ് ചെയ്യാം. അത് പെട്ടെന്ന് പോകും സാർ. മലയാളത്തിലൂടെ ഇംഗ്ലീഷിലേക്ക്, മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് മലയാളത്തിൽ പറ്റും. കുറച്ച് കഴിയുമ്പോൾ അവർ പറയും മലയാളം അത് പോവും. പെട്ടെന്ന് അറിയില്ലാന്ന് പോകും. പറയും ആദ്യം മലയാളം. എടുത്തേക്കണം, മലയാളം അടിച്ചു കൊടുത്താൽ അപ്പൊ തന്നെ കോപ്പി ചെയ്തേക്കണം. അത് കഴിഞ്ഞ കുറച്ച് കഴിയുമ്പോൾ അത് ഡിലീറ്റ് ആകും. കാരണം അവർക്ക് അതൊരു ഡൗട്ട് വരുന്ന പോലെയാണ്, ഇത് ക്ലാരിറ്റി ഉള്ള ഇമേജ് ആണോ അല്ലെങ്കിൽ ക്ലാരിറ്റി ഉള്ള മെസ്സേജ് ആണോ. അപ്പൊ അവർ പറയും, ഞങ്ങൾ മലയാളം പഠിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ, അതുകൊണ്ട് എന്ത് ചെയ്യണം, കുറച്ച് സമയം തരണമെന്ന് പറയുകയും പെട്ടെന്ന് മാഞ്ഞു പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് മലയാളത്തിൽ അടിച്ചു കൊടുത്താൽ അപ്പൊ തന്നെ കിട്ടും. പക്ഷെ അത് കോപ്പി ചെയ്ത് വെക്കണം. ചാറ്റ് GPT ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വെർഷൻ ഇത് തന്നെ. മെറ്റ എന്ന് പറഞ്ഞ കമ്പനിയാണ് നമ്മുടെ ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇതൊക്കെ എടുത്തിരിക്കുന്നത്, വാട്സാപ്പും എല്ലാ സുക്കൻബർഗിന്റെ. അപ്പൊ ഏറ്റവും സുക്കൻബർഗിന്റെ നമ്മുടെ കയ്യിൽ വന്നു. അപ്പൊ അതുകൊണ്ട് ഡിൻസി പറഞ്ഞതുപോലെ അത് ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോഴേക്ക് ഞാനത് ഡിലീറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കിയപ്പോൾ പറഞ്ഞു ഓൾഡ് വേർഷനിലേക്ക് പോകണം. പക്ഷെ കിട്ടിയവർ ഭാഗ്യവാന്മാർ, കിട്ടാത്തവർക്ക് ഇനി അടുത്ത അപ്ഡേഷൻ വരുമ്പോഴേ കിട്ടുള്ളൂ. കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ജസ്റ്റ് അപ്ഡേഷൻ ചെയ്താൽ. ഏകദേശം കുറച്ചായി കിട്ടിയിട്ട്, കുറച്ച് ദിവസങ്ങളായി. പക്ഷെ എന്താണെന്ന് മനസ്സിലായില്ല അല്ലേ? ശരി, അറിയാം. അപ്പൊ എല്ലാവരും അത് ട്രെയിനിങ്ങിൽ ഉപയോഗിച്ചിരുന്നു. കുറച്ച് നാളായി ഇത് കിട്ടിയിട്ട്. ഇത് എന്താണെന്നറിയാണ്ട് ഇത് പോണില്ലോ എന്ന് പറയുന്നത്. ഡിൻസി പറഞ്ഞ ഇതാണ്, ഈ ഡിവിൻ എടുത്തിട്ട് ഇത് ആവശ്യമില്ലാത്ത കുറെ ആപ്പുകളും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യും, അങ്ങനെ എന്തോ വന്ന സാധനമാണെന്ന് പറഞ്ഞാണ് എന്റെ അടുത്ത് ഡിൻസി തന്നത്. ഞാനിത് വന്നപ്പോ അനിയന്റെ മോനോട് ചോദിച്ചത് എന്താടാ, അപ്പോഴെനിക്ക് അറിയാം അച്ചോളെ ഇത് AI ആണ്, അപ്പൊ എന്ത് പറഞ്ഞാലും കേൾക്കും. തിരിച്ച് ആൻസർ യൂട്യൂബിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു സാറേ, അത് ഒരു ലേഡി എടുത്തിട്ടുണ്ടായിരുന്നു. അതെ, ഒരുപാട് വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ, പോയിട്ട് എല്ലാവരും വിശദമായിട്ട് മനസ്സിലായി. ഐ എം യൂസിങ് ഓംകാരൻ ടീച്ചർ, വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. ഫാമിലി ഫോട്ടോ കിട്ടി, യൂസ് ചെയ്യാറുണ്ട് സാറേ. ഫാമിലി ഫോട്ടോ കിട്ടി, വേറെ ആരുടെങ്കിലും പിക്ചർ വന്നോ അതിന്റെ അകത്ത്? നിങ്ങളുടെ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞു തരും കേട്ടോ, നെട്ടിപ്പോകും ചിലപ്പോ. ശരി, ആദ്യം പറഞ്ഞ നിയമത്തിൽ മാറി നിന്നിട്ട് ചെയ്തോളൂ. എന്തോ ആദ്യം പറഞ്ഞ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല മാർഗം ഒന്നുകൊണ്ട് സന്തോഷ് ഗോയൽ സാറിനോട് അടിച്ചു കൊടുക്കാൻ. ഞാൻ അതാണ് പെട്ടെന്ന് ഓർക്കാൻ കാര്യം, പഴയ കൂട്ടുകാരോടൊപ്പം പോകാനായിട്ട് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഒരു കാര്യം അതാ. അതുപോലെ പേടിക്കണ്ട, പലരും വിചാരിക്കുന്നു മുൻകാല പ്രാബല്യത്തിൽ ആ നിയമം ഇല്ല എന്നുള്ളത് കൂടി അറിയണം. ജൂലൈ 1-നാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ജൂലൈ 1-ന് ശേഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം. സ്ത്രീകൾക്ക് സമാധാനായി. അങ്ങനെ പോകില്ലല്ലോ, ഏതാ അങ്ങനെ പോകില്ലല്ലോ, പ്രേമിക്കാനും എന്താ കുഴപ്പം? പ്രേമിക്കാനും കുഴപ്പമൊന്നുമില്ല, അതിന് ആരും നിയമം കൊണ്ട് തടസ്സപ്പെടുത്തിയില്ല. ശരി, ആവശ്യമില്ലാത്ത കാര്യത്തിന് പോരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഷീബാജിക്ക് നല്ല ചിരി വരുന്നുണ്ടല്ലോ, ക്യാമറ ഒക്കെ ഓൺ ആക്കി ചിരിക്കുന്നുണ്ട്. ശരി, താങ്ക് യു. അപ്പൊ സോറി, ക്യാപ്റ്റൻ എന്താ പറയാ? പക്ഷെ ഇതിൽ വന്ന സമയത്ത് പഠിച്ച സമയത്ത് തോന്നിയ ഒരു കാര്യം, ഈ നിയമം ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തുവാനായിരിക്കും സംശയമുണ്ട് അതിൽ. കാരണം ഇപ്പോഴും സംബന്ധിച്ച് പറഞ്ഞാൽ എത്രയോ ഫ്രീഡം ഉണ്ട്, അതുപോലെ ഇഷ്ടംപോലെ ഇതാണ്. ഇപ്പോഴുള്ള നിയമം തന്നെ ഈ ഒരു കാര്യത്തിൽ മാത്രം, മറ്റെല്ലാം എല്ലാം അപ്ഡേഷൻ ചെയ്ത് നല്ല കാര്യമാണ്. പക്ഷെ ഇത് മിക്കവാറും സാധ്യത ഇപ്പോഴത്തെ വെച്ചിട്ട് ഒരുപാട് ഉദ്യോഗസ്ഥന്മാരായാലും മറ്റുള്ളവരും പോക്സോ തന്നെ ഇപ്പോഴും പോകുന്നതിന്റെ ലെവല് നോക്കുകയാണെങ്കിൽ ഗുണത്തെക്കാളേറെ ഗുണമുണ്ട് സത്യമാണ്, പക്ഷെ ഒരുപാട് ദോഷത്തിലേക്കാണ് അത് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതും ആ വഴിക്ക് നീങ്ങുവാനാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കലികാലത്തിൽ പണം സമ്പാദിക്കാനുള്ള നല്ലൊരു മാർഗമാണ്.
കലികാലത്തിൽ ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം കലിയുടെ അപഹാരം കൂടിയിട്ട് മനുഷ്യനെ ശരിയാക്കാൻ നല്ലതാ. മോനേട്ടാ, ജൈവഭക്ഷണമൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു സംവിധാനം ചെയ്യണം. ഓക്കേ. എന്തായാലും ഇൻഫർമേഷൻസ് മാത്രം. നന്ദി, നമസ്കാരം. നാളെ നമുക്ക് എന്ന് എഴുതി വെക്കണേ, പ്ലീസ് എല്ലാവരും എഴുതി വെക്കാം. നല്ലത് വരാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ. നമുക്ക് എന്തായാലും അതിന്റെ നന്മയെ മാത്രം കാണാം. ചെറിയ സജഷൻസും വരുന്നുണ്ട്. ചിലപ്പോൾ ചെറിയൊരു വേരിയേഷൻസ്, വ്യത്യാസങ്ങൾ വന്നേക്കാം. വ്യത്യാസം വരാൻ ചാൻസ് ഇല്ലെന്നാണ് പറഞ്ഞത്. 69ന്റെ കാര്യത്തിൽ ചാൻസ് ഇല്ല. മോഹനേട്ടൻ എന്തോ പറയാനാണ് ഇങ്ങനെ ഇരുന്ന് മോനേട്ട യെസ് മോനേട്ട എന്താണ്? ഞാനിങ്ങനെ ഒരുവിധം നന്നായിട്ട് വരുമ്പോഴാണ് ഇങ്ങനത്തെ നിയമങ്ങളിൽ ബുദ്ധിമുട്ടാണ്. ചേച്ചിയെ അടുത്തിരിക്കണ്ട, അത് നോക്കിയേ. ഓക്കെ, മോഹനേട്ട പേടി ചേച്ചിയെ വകുപ്പൊക്കെ എഴുതി വെച്ചു എന്നാണ് പറഞ്ഞത്. അതെ അതെ. വകുപ്പിന്റെ നമ്പറേ ഓക്കെ. നമുക്ക് സമയം കൂടുതലെടുത്ത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങളെല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമുക്ക് ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വക്കീൽമാർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇതിന്റെ വശങ്ങൾ, നല്ലത് എന്താ മോശം എന്താന്ന്. അപ്പൊ അതെല്ലാവരും അറിഞ്ഞിരിക്കുക. കാരണം ഇപ്പൊ പറഞ്ഞില്ലേ, ഓഫീസിൽ ഒരാളോട് മോശമായിട്ട് പെരുമാറിയാൽ അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ അനാവശ്യമായിട്ട് സംസാരിച്ചാൽ പോലും ബുദ്ധിമുട്ടാവും. ഇപ്പൊ അത് അവരെ ഗവൺമെന്റ് സർവീസിൽ മാത്രമല്ല, അത് നിയമം കൂടിയായി. ഇവിടെ ആയപ്പോൾ 10 വർഷമാണ് തടവ്. അതിൽ ഇളവ് കൊടുക്കാൻ കഴിയുന്നത് കുറവാണ്. അങ്ങനെയാണ് പുതിയ നിയമം. ഇളവ് മരണം, നമുക്ക് ജീവപര്യന്തം തടവ് കൊടുത്താലും മാക്സിമം കുറക്കാവുന്ന രാഷ്ട്രീയക്കാരിടപെട്ട് അല്ലെങ്കിൽ സ്വാധീനം ഉപയോഗിച്ച് കുറക്കാമായിരുന്നു. പുതിയ നിയമവ്യവസ്ഥയിൽ അതിനുള്ള ചാൻസ്. ഇങ്ങനെയുള്ള സംവിധാനം പാസ്സാക്കുന്നത് ആരാണ്? ഇത് വർഷങ്ങളായി സാർ. 1 വർഷം മുന്നേ രാജ്യസഭയിൽ അവതരിപ്പിച്ച് നിയമസഭയിൽ അംഗീകരിച്ചു. നിയമസഭ അങ്ങനെ വന്നാൽ മിഡ് വേസ്റ്റ് ആവും. 1 വർഷം മുന്നേ അവതരിപ്പിച്ചതാണ്. അതാണ് നമ്മൾ ഇപ്രാവശ്യം ഇപ്പോഴത്തെ പുതിയ പ്രതികാര നടപടികൾ ഏറെ ഉപയോഗിക്കും. അതാണ് ബുദ്ധിമുട്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇൻഫർമേഷൻസ് പുതിയതായിട്ട് യൂട്യൂബിൽ ഇനി അനാവശ്യമായിട്ടുള്ള ഒരുപാട് പോയി പഠിക്കണ്ട കേട്ടോ. ആവശ്യമുള്ള മാത്രം കേൾക്കുക, ടെൻഷൻ ആവണ്ട. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.